ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉണക്ക നത്തോലി അല്ലെങ്കിൽ ഉണക്ക കൊഴുവ വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കൈപ്പിടി ഉണങ്ങിയ നത്തോലി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് കരുവാടെന്നും പറയാറുണ്ട്. ഇത് നന്നായിട്ട് ഇനി ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കറുത്ത ഭാഗം ഒന്ന് പുള്ളി ചെയ്ത് മാറ്റി കൊടുക്കണം. കത്തിയുടെ ടിപ്പ് ഉപയോഗിച്ച് ചെയ്താലും മതി. ആദ്യം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളമൊന്നും നനയ്ക്കാത്ത രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് ഒന്നും കൂടി ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ ആയിരിക്കുമ്പോൾ അത് വേഗം ഇളകി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ 2-3 സ്റ്റേജിലായിട്ടാണ് നമ്മൾ ഈ ഉണക്ക നത്തോലി ക്ലീൻ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഡ്രൈ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് സമയം വയ്ക്കാം. ഒരു 15 മിനിറ്റ് സമയം ഞാൻ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണക്ക നത്തോലി. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുതിർന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ചെതുമ്പൽ, ആ സ്കെയിൽസൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കുലുക്കി ഒന്ന് തേച്ച് കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ചെതുമ്പലും ചിതലും ഒക്കെ ഒന്ന് ഇളകി വരും. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പോകാനായിട്ട് ഒന്ന് കുലുക്കി കഴുകി എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഉണക്കമീനും നമുക്ക് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു 3-4 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി ഇതുപോലെ നന്നായിട്ട് കഴുകി വാരിയെടുത്ത് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിലും പോയി കിട്ടും. ഇനി നമുക്ക് ഈ നത്തോലിയിലേക്ക് പിടിപ്പിക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉണക്ക നത്തോലിയിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, എങ്കിലും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ നത്തോലിയിലേക്കും മസാല പിടിക്കും. ഇനി ഒരു 15 മിനിറ്റ് സമയം അത് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സാധാരണ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ അരിപ്പൊടി ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പ്രശ്നമില്ല, ചേർക്കണ്ട. ഇനി ഒരു ഇരുമ്പ് ദോശക്കല്ല് ചൂടാക്കാം. ഇത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ദോശക്കല്ലാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉണക്ക നത്തോലിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യാം. ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരു വശം മുരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ ഒരു പരന്ന ചട്ടുകം വെച്ചിട്ട് തിരിച്ചിട്ട് മറുവശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ നത്തോലിയും ഞാനിവിടെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക നത്തോലിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എത്ര കറിവേപ്പില വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ 2-3 കതിര് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊരിച്ചെടുത്ത ഉണക്ക നത്തോലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് കുറച്ച് സവാള അരിഞ്ഞതിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഇത് ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് മാത്രം മതി, നമുക്ക് വേറെ ഒരു കറിയോ അല്ലെങ്കിൽ സൈഡ് ഡിഷോ ഒന്നും ആവശ്യമില്ല ചോറിന്. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.